ഹലോ ഗൈസ്, ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച കരിയർ അവസരങ്ങൾ എപ്പോഴും ഉള്ളത് ഫൈനാൻഷ്യൽ ഫീൽഡ്സിലാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മികച്ച ഫൈനാൻഷ്യൽ ജോബ് റോൾസ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകുമെന്നതിന് ഒരു ഡൗട്ടും ഇല്ല. കാരണം ചാർട്ടേഡ് അക്കൗണ്ട് ആണെങ്കിലോ CFA ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആണെന്നുണ്ടെങ്കിലോ അവരൊക്കെ കോടികളാണ് ഇയർലി ഇൻകംസ് ഏൺ ചെയ്യുന്നത് അല്ലേ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫൈനാൻഷ്യൽ ഫീൽഡിൽ ജോബ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെ സ്കില്ല് വേണം, എന്തൊക്കെയാണ് ടോപ്പ് 5 ഹൈ പേയിങ് ഫൈനാൻഷ്യൽ ജോബ്സ് എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്കും അല്ലെങ്കിൽ ടെക് ജോബുകളിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കരിയർ ഗൈഡൻസ് വീഡിയോസും പ്രോഗ്രാമിംഗ് ടെക്നോളജി വീഡിയോസും ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളും ഈ ഒരു മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. നിങ്ങൾ പലരും പല സ്റ്റാർട്ടപ്പുകളും ഫണ്ട് റേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഉദാഹരണത്തിന് ബൈജൂസും ഫ്ലിപ്കാർട്ടും Dream11 ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഫണ്ട് റേസ് ചെയ്യുന്നത് പലപ്പോഴും പല ഫേംസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഹൈ നെറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫേംസ് നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് എന്ന് പറയും. നോർമലി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം നല്ല ബിസിനസ് സാധ്യതയുള്ള നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവർ കാണുന്ന ആ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിൻ്റെ എക്സ്പെർട്ടീസും കൂടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കമ്പനികളിൽ ഫണ്ടിങ് ചെയ്തിട്ട് ലേറ്റർ ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം ഈ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഷെയർസ് ഹയർ വാല്യൂഷനിൽ സോൾഡ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് എടുക്കുക നോർമലി ചെയ്യുന്നത്. സോ ഇത്തരം പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് റോള്. പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റിൻ്റെ ജോബ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പൊട്ടൻഷ്യലുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഫിനാൻഷ്യൽ മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യുക, ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ബിസിനസ് മോഡൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവരുടെ ഫിനാൻഷ്യൽ മോഡലിംഗ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫിനാൻഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഭാവിയിൽ എത്രയൊക്കെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവർക്കുണ്ട്, ഭാവിയിൽ ഇവർ എത്ര റിട്ടേൺ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അവർ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്നുള്ളതൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റ് ആവണമെന്നുള്ള കൊമേഴ്സിലോ ഫൈനാൻസിലോ മാത്തമെറ്റിക്സിലോ എന്തെങ്കിലും ഒരു ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്. ഇതൊന്നും അല്ലെങ്കിൽ MBAയിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഏതെങ്കിലും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്താലും മതിയാകും. നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിൻ്റെ ജോബ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് 10 to 12 lakhs പെർ ഇയർ സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ MBA ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 വർഷം 3 വർഷം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡൊമൈനിലുള്ള ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ 45 lakh 50 lakh സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങളൊരു സക്സസ്ഫുൾ ഡീൽ നടത്തുക അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനിയിൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോണസും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ജോബ് റോളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിൻ്റെ ജോലി എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് പറയാം. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് നല്ല കമ്പനികൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഫണ്ടിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് കയ്യിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് ഇവരുടെ കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ആ കമ്പനിയുടെ ഷെയർസ് വിറ്റിട്ട് കാശ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിൻ്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റുകൾ നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ഡ്യൂട്ടി നല്ല ഇൻവെസ്റ്ററെ കണ്ടുപിടിച്ചിട്ട് ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റേഞ്ച് മാറ്റുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റിയുടെ സെല്ലിംഗ് സൈഡിലും പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയുടെ അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ ബൈയിങ് സൈഡുമാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. ഇതിന് പുറമെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിൻ്റെ ജോബാണ് റിസർച്ച് ആൻഡ് അനലിസ്റ്റ്, ട്രേഡിംഗ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആവണം എന്നുള്ള ഫൈനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ഗ്രാജുവേഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു MBA സ്പെഷ്യലൈസേഷൻ മാൻഡേറ്ററി ആണ്. പ്രധാനമായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ മോഡലിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഭാവിയിലുള്ള ബിസിനസ് ഗ്രോത്തിനെ കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനും ബിസിനസ് മോഡലിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് നോളജ് ഒക്കെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിന് വേണ്ടത്. നോർമലി ഒരു 10 to 12 lakhs ആണ് നോർമലി ഇന്ത്യയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറിന് 2 years എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഒരു 5 years പുറത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 50 lakh പ്ലസ് സാലറീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്കും ഫൈനാൻഷ്യൽ മേഖലയിൽ നല്ല ജോബ് നേടാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജോബ് റോൾസ് ഒക്കെ വെച്ചിട്ട് എഡ്യൂർ ലേണിംഗിൽ ഒരു PG കോഴ്സ് ഉണ്ട്. PG ഇൻ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. കഴിഞ്ഞ വർഷം ഈ കോഴ്സിൽ എൻറോൾ ചെയ്ത 90% സ്റ്റുഡൻസും പ്ലേസ്ഡ് ആണ്. ഇതൊരു 1 year PG കോഴ്സാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് GST, ടാക്സേഷൻ, ടാലി, SAP,
തുടങ്ങി നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ കമ്പനിയിൽ ജോബ് നേടാൻ പറ്റുന്ന എല്ലാ സ്കിൽസും നിങ്ങൾക്ക് 1 year കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ ജെയിൻ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു PG സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BCom കഴിഞ്ഞ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖല ജോബ് നേടാൻ ആഗ്രഹമുള്ള ഏതൊരു ഗ്രാജുവേഷനും പറ്റി അപ്രോപ്രിയേറ്റുള്ള ഒരു പ്രോഗ്രാമാണിത്. നമ്മുടെ പുതിയൊരു ബാച്ച് ഓഗസ്റ്റിൽ തുടങ്ങുകയാണ്. ഇപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും ഇതിലൊരു കരിയർ നേടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ you can connect with me at 9746211123. മൂന്നാമത്തെ കരിയർ ഓപ്ഷനാണ് ഫൈനാൻഷ്യൽ ആക്ച്വറീസ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ റിസ്ക് അനാലിസ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഫൈനാൻഷ്യൽ ആക്ച്വറീസ് ജോബ് റോൾ എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ആക്ച്വറീസ് ബേസിക്കലി ബാങ്കിങ് സെക്ടറിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലയിലേക്കായിരിക്കും കൂടുതലും ജോബ് റോൾസ് അവർക്ക് കണ്ടുവരുന്നത്. ആക്ച്വറീസിൻ്റെ ജോബ് റോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വണ്ടി വാങ്ങുന്ന സമയത്ത് അതിന് ഇൻഷുറൻസ് എടുക്കില്ല. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ക്ലെയിം തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് കമ്പനിക്ക് ലോസ് ആണ്. അപ്പം അവർ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചാൽ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട്, ആക്സിഡൻറ്റ് ആവാൻ എത്ര പോസിബിലിറ്റി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ക്ലെയിം ചെയ്യാനുള്ള പോസിബിലിറ്റി എത്രയാണ്, എത്ര വർഷം കൂടുമ്പോഴേക്കും നിങ്ങൾ ക്ലെയിം ചെയ്യാനുള്ള പോസിബിലിറ്റി, എത്രത്തോളം എമൗണ്ട് നിങ്ങളിപ്പോൾ ക്ലെയിം ചെയ്യാനുള്ള പോസിബിലിറ്റി എന്നുള്ള രീതിയിലൊക്കെ റിസ്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ ആക്ച്വറീസിൻ്റെ മെയിൻ ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു ഫൈനാൻഷ്യൽ ആക്ച്വറി ജോബ് നേടാനായിട്ട് ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. ഇതിന് പുറമെ നിങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസിൽ നിന്ന് എക്സാംസ് പാസ്സാവാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 1-2 കോഴ്സ് എടുത്തുള്ള എക്സാംസ് പാസ്സാവേണ്ടത് മാൻഡേറ്ററി ആണ്. ഒരു ഫ്രഷറായ ഫൈനാൻഷ്യൽ ആക്ച്വറിക്കും ബേസിക് ആയിട്ട് ഒരു 15 to 20 lakhs ഇയർലി സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ആക്ച്വറീസ് 10+ years എക്സ്പീരിയൻസ് ഉള്ള ഒരു കോടികളിലാണ് സാലറി വാങ്ങുന്നത്. നാലാമത്തെ ജോബ് റോളാണ് പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഫണ്ട് മാനേജ് ചെയ്ത് അവർക്ക് ആ ഫണ്ടിൽ റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ജോബ് റോൾ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ മാനേജേഴ്സ് പൊതുവെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിൽ, മ്യൂച്വൽ ഫണ്ട്സിൽ, ദെൻ ഹെഡ്ജ് ഫണ്ട്സിലൊക്കെ ആയിരിക്കും അവർക്ക് മെയിൻലി ജോബ് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഫണ്ടിന് അനുസൃതമായിട്ടുള്ള റിട്ടേൺസ് കണ്ടെത്താൻ പറ്റുന്ന കമ്പനികളെ കണ്ടെത്തി അതിലോട്ട്, അല്ലെങ്കിൽ മീഡിയംസ് കണ്ടെത്തി. ചിലപ്പം ചിലത് റിയൽ എസ്റ്റേറ്റിലായിരിക്കും, ചിലത് ഗോൾഡിലായിരിക്കും, ചിലത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും, ചിലത് ബോണ്ടിലായിരിക്കും. അപ്പോൾ അങ്ങനത്തിലുള്ള കാലത്തിനനുസരിച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള മീഡിയത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തി അതിനനുസരിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ്. 5th ജോബ് റോളാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൈവറ്റ് ഇക്വിറ്റി അനലിസ്റ്റ് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് ചെയ്യുന്ന ജോബ് റോള് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ കമ്പനിയിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാൾ ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയാം. ഫൈനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ ബേസിക് ജോബ് റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ബിസിനസ് മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ കമ്പനിയിൽ കറണ്ട് ഫൈനാൻഷ്യൽ സിനാരിയോ അനുസരിച്ച് എന്തെങ്കിലും ത്രെറ്റ് ഉണ്ടെങ്കിൽ, റിസ്ക് പോസിബിളി ഫ്യൂച്ചറിൽ വരാനുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറി 4 to 6 lakhs ആണ്. എന്നാൽ എക്സ്പീരിയൻസ് നേടിയവർക്ക് ഒരു 15 lakhs ആൻഡ് അബവ് നിങ്ങൾക്ക് സാലറി നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ top 5 ഹൈ പേയിങ് ഫൈനാൻഷ്യൽ ജോബ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇതിൽ നിങ്ങൾക്ക് ഏത് ജോബാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏത് മേഖലയാണ് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നിയത്, അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഐ ആം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.